ബോസ് മലയാളം സീസൺ 7 ഇന്നലെ വൈകിട്ടത്തെ എപ്പിസോഡിന് തൊട്ട് മുൻപായി ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു. അതായത് ലാലേട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു പ്രൊമോ. ഈ ഒരു പ്രൊമോ വന്നതോടുകൂടി ഒരുപാട് പ്രേക്ഷകർ അക്ഷമരായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇറങ്ങിപ്പോയത് എന്ന ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ലാലേട്ടൻ എന്തുകൊണ്ട് പോയി എന്നതിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എങ്കിൽ കൂടി ആദില, നൂറ, അനുമോള് ഇവർ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിനിടയിൽ കാണിച്ച ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാലേട്ടൻ ഇറങ്ങിപ്പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ ഈ എവിക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഏരിയയിലെ നോമിനേഷനിലുള്ള എല്ലാവരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു നമ്പർ വായിക്കും. നമ്പർ വായിക്കുമ്പോൾ ബിഗ് ബോസ് ഓരോരുത്തരായിട്ട് വിളിക്കുന്നു. അതായത് ലിവിങ് ഏരിയയിലെ നോമിനേഷനിലുള്ള ഇല്ലാത്ത സേവ്ഡ് ആയ ആളുകളെല്ലാവരും ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാളെ വിളിക്കും. ഒരാളെ വിളിച്ചിട്ട് ആ വ്യക്തി ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ ഏരിയയുടെ അവിടെയായിട്ടൊരു ആക്ടിവിറ്റി ഏരിയയുടെ അടുത്തായിട്ടൊരു കോയിൻ വെച്ചിട്ടുണ്ട്. ആ കോയിൻ സ്ക്രാച്ച് ചെയ്യുക, സേവായ വ്യക്തിയുടെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് മാലയിട്ട് അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. അങ്ങനെ ആദിലയുടെ ആ ഒരു ടാസ്ക് എത്തിയ സമയത്ത്, ആദിലയുടെ എവിക്ഷൻ എത്തിയ സമയത്ത് നൂറ വല്ലാത്ത ടെൻഷനായിരുന്നു. ഓരോരുത്തരും സേവ് ആവുന്ന സമയത്ത് ആദിലയുടെ ആ ഒരു ഊഴം എത്തുന്ന സമയം വരെയും നൂറ വല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ലിവിങ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു സോഫയിൽ ഇരിക്കുന്ന രംഗങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ആദില സേവ് ആയപ്പോൾ അത്ര നേരവും ഉണ്ടായിരുന്ന നൂറയുടെ ആ ഒരു ടെൻഷൻ എല്ലാം വിട്ടുകൊണ്ട് നൂറ ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്ന് ആദിലയും നൂറയും അനുമോളും തമ്മിൽ പരസ്പരം സ്നേഹപ്രകടനങ്ങൾ നടത്തുകയായിരുന്നു. അവർ ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആദിലയും നൂറയും ലൈഫ് പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഒരാൾ എവിക്റ്റ് ആവുക എന്ന് പറയുന്നത് അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിൽ കൂടി ഗെയിമേഴ്സാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി അവർ ലൈഫ് പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദില സേവായി എന്ന് പറഞ്ഞപ്പോൾ നൂറ വല്ലാതെ തൻ്റെ ആ ഒരു ടെൻഷൻ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നൂറയെ പോയി ഹഗ് ചെയ്യുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ലാലേട്ടനെ കാണുന്നത്. ലാലേട്ടൻ പിന്നീട് ഒരു നമ്പർ എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ലാലേട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണിപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഏരിയയുടെ അകത്തേക്ക് പോയത്, പുറത്തേക്ക് ലിവിങ് ഏരിയയുടെ പുറത്തേക്ക് എന്തുകൊണ്ടാണ് പോയത്, മറ്റുള്ളവരാരും തന്നെ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ, നിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദില, നൂറ, അനുമോൾ ഇവരെ 3 പേരെയും നല്ല രീതിയിൽ വഴക്ക് പറയുന്നു. സ്പോട്ടിൽ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആദില, നൂറ, അനുമോൾ ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനങ്ങൾ അതിനപ്പുറത്തേക്ക് ഞാൻ ചില റൂമേഴ്സ് അല്ലെങ്കിൽ ചില ഗോസിപ്പ് എന്നുള്ള രീതിയിൽ കേട്ടത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് അല്പസമയം മുൻപായിട്ട് ഞാൻ ന്യൂസ് 18 ചാനൽ കണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു ന്യൂസിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസ് മീറ്റോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചെന്നൈയിലായിരുന്നു. ഈ ഒരു ഷൂട്ടിംഗ് സമയത്ത്, ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ലാലേട്ടൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ലാലേട്ടൻ ഇറങ്ങിപ്പോയ ഒരു സമയത്തായിരുന്നു ഈ ഒരു അവാർഡ് പ്രഖ്യാപനം എന്നുള്ളത് ചില കമൻറ്റ് സെക്ഷനുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ഇറങ്ങിപ്പോയത്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു നിസ്സാര കാര്യത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇറങ്ങിപ്പോവാൻ മാത്രം ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയല്ല ലാലേട്ടൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ മലയാളത്തിൻ്റെ ഇതിഹാസമാണ്, ലെജൻഡാണ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ആ ഒരു സമയത്ത് ലാലേട്ടൻ ചെന്നൈയിലായിരുന്നു, അതായത് ബിഗ് ബോസിൻ്റെ ഈ ഒരു ഫ്ലോറിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് വ്യക്തമായി അറിയില്ല. പ്രേക്ഷകർ ആരെങ്കിലും ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ന്യൂസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് തന്നെയായാലും ലാലേട്ടന് ഒരുപാട് ആശംസകൾ. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായിട്ട് നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.